പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഹോളിവുഡും ബോളിവുഡും ഒക്കെയാണ് ഇന്ത്യൻ സിനിമ അറിയപ്പെടുന്നത് അല്ലേ. ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് തമിഴും തെലുങ്കും അതുപോലെ ഹിന്ദിയൊക്കെ ആയിട്ടായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ 2025 അതിനൊരു മാറ്റം ഉണ്ടായ കൊല്ലമാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, എൽ ബ്രാൻഡ് മോഹൻലാൽ എന്ന് പറയുന്ന ആ ബ്രാൻഡിൽ നിന്ന് ഒരു 2 സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാ റെക്കോർഡുകളും തകരുന്നതാണ് നമ്മൾ കണ്ടത്. ഇതുവരെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലങ്ങളിലൊന്നും നമ്മൾ ചർച്ച ചെയ്യാത്ത ചില വിഷയങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സിനിമ എന്ന് കേൾക്കുമ്പം ഇപ്പം മലയാളം കൂടി അതിനകത്ത് നമ്പർ 1 ഉയർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ പ്രസൻറ്റ് തന്നെയാണ്. ലാലേട്ടനെ സംബന്ധിച്ച് ഇപ്പോൾ മിക്കവാറും ചിത്രങ്ങളിൽ തമിഴായാലും തെലുങ്കായാലും ഹിന്ദി ആയാലും അതിഥി വേഷത്തിന് വേണ്ടി ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്നു. അതുപോലെ പ്രധാനപ്പെട്ട റോളിന് വേണ്ടിയും അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട്. സമയമില്ലായ്മ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായി മാറി. കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും കാണാത്ത തിരക്ക് തന്നെയാണ് ലാലേട്ടനെ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ മലയാളത്തിൽ പല പ്രമുഖ നടന്മാരുടെയും ചിത്രത്തിൽ ലാലേട്ടൻ്റെ പ്രസൻറ്റ് അത്യാവശ്യമായിട്ട് വരികയും ചിത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി ലാലേട്ടൻ ഒരു റോൾ കൈകാര്യം ചെയ്യണം എന്നുള്ള സ്നേഹപൂർവമായ അപേക്ഷയുടെ മുമ്പിൽ ലാലേട്ടൻ മറ്റു പല ചിത്രങ്ങൾക്കും തിരക്കുകൾ മാറ്റിവെച്ച് ഡേറ്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. 2-3 ചിത്രങ്ങൾ ഉണ്ട് ഇത് വേഷമായിട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ലാലേട്ടൻ നായകനല്ലാത്ത 2-3 ചിത്രങ്ങൾ ലാലേട്ടൻ അടുത്തിടയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ആ ചിത്രത്തിൻ്റെ വിജയത്തിന് ലാലേട്ടൻ്റെ പ്രസൻറ്റ് അത്യാവശ്യമാണ് എന്ന് അതിൻ്റെ നിർമ്മാതാക്കൾക്കും സംവിധായകനും ഒക്കെ തോന്നി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ലാലേട്ടനെ പറ്റിയുള്ള എതിരാളികൾ മലയാളത്തിൽ ആരും എതിരാളിയായിട്ട് വരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ലാലേട്ടൻ നേടുന്ന കളക്ഷനുമായി ബന്ധപ്പെടുത്തി 2025 ഒറ്റ മലയാള ചിത്രങ്ങളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ. ലാലേട്ടന് ബദലായിട്ട് ഒരു ലാലേട്ടൻ ചിത്രമാണ്, എമ്പുരാന് ബദലായിട്ട് തുടരും എന്ന ചിത്രമാണ് കളക്ഷനിൽ 1-2 സ്ഥാനം നേടിയിരിക്കുന്നതും എന്നുള്ളതും ആരും എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിമർശകർ പോലും എതിർക്കാത്തൊരു കാര്യമാണ്. ഇതിനിടയിൽ ഇന്ത്യൻ ഓവർസീസിൻ്റെ കളക്ഷൻ എടുക്കുമ്പോൾ അതിലെ 1-2 സ്ഥാനങ്ങൾ മോഹൻലാൽ ചിത്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്നത്. 2025 പ്രമുഖരായ പല വ്യക്തികളും ചിത്രങ്ങളുമായിട്ട് വന്നു. അതിൽ നമ്മുടെ സൽമാൻ ഖാൻ വന്നു, വിക്കി കൗശൽ വന്നു, അതുപോലെ അജിത്തും സൂര്യയും ഒക്കെ എത്തി, വെങ്കിടേഷ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ ചിത്രങ്ങൾക്കൊന്നും മോഹൻലാലിനെ റെക്കോർഡ് തകർക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഹോളിവുഡായാലും ബോളിവുഡായാലും അതിശയത്തോട് മാത്രമാണ് ഇത് കാണുന്നത്. ഇത് മോഹൻലാലിൻ്റെ വിജയമാണ്, അത് മലയാള സിനിമയുടെ വിജയമാണ്. കണക്ക് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഓവർസീസിൽ നിന്ന് 2025 ഏറ്റവും കൂടിയ കളക്ഷൻ നേടിയ ചിത്രമാണ് എമ്പുരാൻ. $16.90 മില്യൺ ഓവർസീസിൽ നിന്ന് ഈ ചിത്രം മാറിക്കൂട്ടി. ഏകദേശം 140 കോടിക്ക് മുകളിലുള്ള തുകയാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നതും ഒരു മോഹൻലാൽ ചിത്രമാണ്. തരുൺമൂർത്തി സംവിധാനം ചെയ്ത, മോഹൻലാലിൻ്റെ ഗംഭീര കഥാപാത്രം കൈകാര്യം ചെയ്ത തുടരും എന്ന ചിത്രമാണ്. $11.01 മില്യൺ ഈ ചിത്രം ഓവർസീസിൽ നിന്ന് വാരിക്കൂട്ടിയത്. അങ്ങനെ 1-2 സ്ഥാനത്ത് ഒരു മലയാള സിനിമയാണ്. അതിനകത്ത് 2 ചിത്രത്തിലെ നായകൻ മോഹൻലാലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചാവ എന്ന സിനിമയാണ്. വിക്കി കൗശൽ നായകനായ ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ചിത്രമായ ചാവ. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 800 കോടി നേടിയെങ്കിലും ഈ ചിത്രം ഓവർസീസിൽ നിന്ന് നേടാൻ പറ്റിയത് $10.30 മില്യൺ മാത്രമാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ബാക്കിയുള്ള തുടർന്നുള്ള സ്ഥാനങ്ങളിൽ ഹൗസ്ഫുൾ 5, ഗുഡ് ബാഡ് അഗ്ലി, സിതാരെ കി സമീം പർ, അമീർ ഖാൻ്റെ ചിത്രം, അത് ഇപ്പോഴും തിയേറ്റർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ 5 സ്ഥാനത്തിലേക്ക് 4-5 സ്ഥാനങ്ങളിലേക്ക് ഈ ചിത്രം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. സിക്കന്ദർ സൽമാൻ ഖാൻ്റെ ചിത്രം, തഗ് ലൈഫ് കമലഹാസനും മണിരത്നം ഒന്നിച്ച ചിത്രം, വീടാമുയർച്ചി വീണ്ടും ഒരു അജിത് ചിത്രം, സംക്രാന്തിക്ക് വഫുന എന്ന വെങ്കിടേഷിൻ്റെ ചിത്രം, ഈ ചിത്രങ്ങളെല്ലാമാണ് ആദ്യ 10 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത്.
അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം, ഈ 10 സിനിമയിൽ സൽമാനുണ്ട്, കമലഹാസൻ്റെ സിനിമയുണ്ട്, വെങ്കടേഷിൻ്റെ സിനിമയുണ്ട്, അജിത്തിൻ്റെ സിനിമയുണ്ട്, വിക്കി കൗശലിൻ്റെ സിനിമയുണ്ട്, ഈ ചിത്രങ്ങൾ അമീർ ഖാൻ്റെ ചിത്രമുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം ഉണ്ടായിട്ടും അവിടെ നയിക്കുന്നത്, ടോപ്പിൽ നിൽക്കുന്നത് 2 ലാലേട്ട സിനിമകളാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ പവർ എന്നുള്ളത് പ്രത്യേകം കാണുക. ഈ ടോപ്പിൽ നിൽക്കുന്ന 2 ചിത്രങ്ങളും മോഹൻലാൽ ചിത്രങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിനേക്കാൾ കൂടുതൽ ഓവർസീസിൽ നിന്ന് മോഹൻലാൽ ചിത്രങ്ങൾ കോടികൾ വാരിക്കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. ആ മലയാളത്തിൻ്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന മേഖലയായിട്ട് ഓവർസീസ് മാറുന്നു. അപ്പോൾ ഇനിയുള്ള ലാലേട്ടൻ ചിത്രങ്ങളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിനേക്കാൾ കൂടുതൽ ഓവർസീസിൽ നിന്ന് കളക്ഷൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് തന്നെയായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത്. ഓവർസീസ് കളക്ഷനൊക്കെ കോടികളുടെ, ചിലപ്പോൾ നമ്മൾ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ കണ്ടതുപോലെ ഓവർസീസ് കളക്ഷനൊക്കെ വിറ്റ് പോകുന്നത് കോടികൾ തന്നെ ആയിരിക്കാം വിറ്റ് പോകുന്നത്. അത് തന്നെയായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പം വരും ദിവസങ്ങളിലും ലാലേട്ടൻ്റെ ഓണം ചിത്രങ്ങൾ ഹൃദയപൂർവ്വം, അതുപോലെ തന്നെ ഋഷഭ എത്തുന്നു, മഹേഷ് നാരായണ ചിത്രം എത്തുന്നു, ബബ്ബ എത്തുന്നു. ഈ ചിത്രങ്ങളെല്ലാം കൊണ്ട് മലയാള സിനിമയുടെ തന്നെ ഒരു സുവർണ്ണ കാലഘട്ടമായി മാറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.